എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ റേഷൻ നീട്ടിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 4 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ 2 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളത്. 2025 മെയ് മാസത്തെ റേഷൻ വിതരണം 4/6/2025 ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അറിയിപ്പ്. അതായത് നിലവിലുള്ള റേഷൻ ഒരുപാട് ആളുകൾ ഇനിയും വാങ്ങാൻ ഉള്ളത് കൊണ്ട് തന്നെ മെയ് മാസത്തെ റേഷൻ ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 5/6/2025 വ്യാഴാഴ്ച, 6/6/2025 വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങൾ റേഷൻ കട അവധിയായിരിക്കും. 4-ാം തീയതി വരെയാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ഉള്ളത്. അത് കഴിഞ്ഞ് 2 ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും റേഷൻ കട അവധിയാണ്. അതിനും ശേഷം 7/6/2025 ശനിയാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുന്നത്. നിലവിൽ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂണിലെ നിലവിലെ ആരംഭിക്കുന്ന ദിനവും പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ബക്രീദ് ദിനം അനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തന ദിവസത്തിൽ മാറ്റം വരാം. അതായത് ശനിയാഴ്ച പെരുന്നാളാണ് എങ്കിൽ ശനിയാഴ്ച ദിവസം റേഷൻ കട അവധി ആയിരിക്കും എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച പെരുന്നാൾ തന്നെയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസവും റേഷൻ ആരംഭിക്കുകയില്ല. തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 4 ദിവസം റേഷൻ കടകൾ അവധിയായിരിക്കും. അതായത് വ്യാഴം, വെള്ളി ദിവസം അവധിയാണ്. അത് കഴിഞ്ഞ് ശനിയാഴ്ച പെരുന്നാൾ അവധി, ഞായർ അവധിയും കഴിഞ്ഞതിന് ശേഷം 9-ാം തീയതി മുതലേ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്ന അതേപോലെ തന്നെയാണ്. AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ, 1 കിലോ പഞ്ചസാര 27 രൂപക്കും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ അളവിൽ നിന്നും 3 കിലോ കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS നീല റേഷൻ കാർഡുള്ള ഓരോ വ്യക്തികൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിൽ അധികമായിട്ട് 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ NPNS വെള്ള പൊതുവിഭാഗം റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. 2 കിലോ അരിയാണ് NPI സ്ഥാപനം റേഷൻ കാർഡുകൾക്കുള്ളത്. അതിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. മണ്ണെണ്ണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഈ അറിയിപ്പിൽ ഇല്ല. ഇതാണ് ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 4-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വാങ്ങാം. അത് കഴിഞ്ഞ് വ്യാഴം, വെള്ളി അവധിയാണ്. ശനിയാഴ്ച പെരുന്നാളില്ലെങ്കിൽ ശനിയാഴ്ച റേഷൻ വിതരണം ആരംഭിക്കും എന്നതിൽ സൂചിപ്പിക്കുമ്പോൾ ശനിയാഴ്ച പെരുന്നാൾ തന്നെയാണ്, അത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഇതുവരെ